ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ChatGPT യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർ ആണ് നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പല മാർക്കറ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ പല ബിസിനസ് ഓണേഴ്സ് ആയാലും അവർക്ക് ഈ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എത്രമാത്രം ആക്യുറേറ്റ് ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിന് റിസൾട്ട്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും കിട്ടുന്നത്. സോ നമ്മുടെ ChatGPT യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മളിപ്പം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ChatGPT ഓപ്പൺ ചെയ്യുക. ChatGPT ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു സെക്ഷനിൽ നമ്മുടെ കമാൻഡ് കൊടുക്കുക. ഈ കമാൻഡിന് പറയുന്ന പേരാണ് പ്രോംപ്റ്റ്. ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ChatGPT ആയാലും ബാക്കിയുള്ള ഏത് ടൂൾ ആയാലും നമുക്ക് റിസൾട്ട് തരുന്നത്. സോ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റാണ് കൊടുത്തത്. ഹേ ChatGPT, ഹെൽപ്പ് മീ ടു ഫൈൻഡ് ദി ആക്യുറേറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. Ask a follow-up questions until you have all the information you need to create a target audience. So ഇതാണ് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ്. ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ChatGPT നമ്മളടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ആസ്ക് എ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ അണ്ടിൽ യു ഹാവ് ഓൾ ദി ഇൻഫർമേഷൻ യു നീഡ് ടു ക്രിയേറ്റ് എ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റും കൂടി വന്നതുകൊണ്ടാണ് ChatGPT ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ChatGPT ചോദിച്ചത് ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓരോന്നായിട്ട് ആൻസർ കൊടുക്കാം. വാട്ട് ഈസ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്? എന്താണ് നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പം ഞാനാണെങ്കിൽ ഓർഗാനിക് വെജിറ്റബിൾസ് എന്ന് കൊടുത്തു. ഇപ്പം നിങ്ങളുടെ എന്താണോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവിടെ നിങ്ങൾക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് വാട്ട് പ്രോബ്ലം ഡസ് ഇറ്റ് സോൾവ് ഓർ നീഡ് ടു ഫുൾഫിൽ എന്നുള്ള ക്വസ്റ്റ്യനാണ് രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് എന്തൊക്കെ പെയിൻ പോയിൻ്റാണ് കസ്റ്റമേഴ്സിൻ്റെ ഫില്ല് ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കാണുമല്ലോ. അത് നമ്മളിപ്പം കൊടുക്കും. അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. People get organic vegetables without any chemicals. ഇതാണ് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ USP എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമതായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ മെയിൻ ഫീച്ചർ ഓർ ബെനിഫിറ്റ്സ് ഓഫ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് കൾട്ടിവേറ്റഡ് വിത്ത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് വിത്തൗട്ട് എനി കെമിക്കൽസ്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഫീച്ചർ അല്ലെങ്കിൽ ബെനിഫിറ്റായിട്ട് ഞാൻ പറയുന്ന കാര്യം. ഇപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിൻ്റെ എന്താണോ ബെനിഫിറ്റ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് നിങ്ങളിവിടെ പോയിന്റിൽ കൊടുക്കുക. അടുത്ത നാലാമതായിട്ട് കൊടുത്തത് ഡു യു ഹാവ് എനി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഓർ യൂസേഴ്സ്, ഡിസ്ക്രൈബ് ദം. അപ്പം ഞാൻ പുതുതായിട്ട് തുടങ്ങുന്നതായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ഇല്ല. അപ്പം നോ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ഞാൻ കൊടുത്തു. അഞ്ചാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും പർട്ടിക്കുലർ ഏജ്, ഡെമോഗ്രാഫിക്സ്, ലൊക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അപ്പം അതും ഞാനാണെങ്കിൽ നോ ഐഡിയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഉദ്ദേശമുണ്ടല്ലോ. ചിലപ്പോൾ പാൻ ഇന്ത്യ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവായിരിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ അവിടെ കൊടുക്കുക. ഡു യു ഹാവ് എനി ബഡ്ജറ്റ് ഇൻ മൈൻഡ് ഫോർ മാർക്കറ്റിംഗ് ടു ദിസ് ഓഡിയൻസ്. അപ്പോൾ അതും ഞാനാണെങ്കിൽ നോ ഐഡിയ. കാരണം ഞാൻ ഇനിഷ്യലി ഈ ഒരു ബിസിനസ്സിൽ പുതുതായിട്ട് തുടങ്ങുന്നതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ആൻസർ കൊടുത്തു. എന്നിട്ട് നമുക്ക് എൻ്റർ ഹിറ്റ് ചെയ്യാം. ChatGPT ജനറേറ്റ് ചെയ്യുന്ന ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ChatGPT നമ്മുടെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ ഒന്നും കൂടി ഒന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയോഗ്രഫിക് ലൊക്കേഷനാണ്. നമ്മളത് ഓൺലൈൻ വഴിയാണോ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, അതോ ലോക്കലി ആണോ, അതോ റീജിയണലി ആണോ? അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഓൺലൈൻ എന്ന് പറഞ്ഞ് കൊടുത്തു. രണ്ടാമതായിട്ട് നമ്മൾ പ്രൈസ് ഓഫ് പോയിൻ്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമ്മളാണെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ആൾക്കാരെയാണോ അതോ നോർമലായിട്ടുള്ള ആൾക്കാരെയാണോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബോത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പാക്കിംഗ് ആണ്. ഹൗ ആർ യു ഓർഗാനിക് വെജിറ്റബിൾസ് പാക്ഡ്, ഈസ് ഇറ്റ് എക്കോ ഫ്രണ്ട്ലി ഓർ? അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് പാക്ഡ് യൂസിങ് പേപ്പർ ബാഗ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണോ, ലോക്കൽ സ്റ്റോഴ്സ് ആണോ, സബ്സ്ക്രിപ്ഷൻ സർവീസാണോ? അപ്പം ഞാനാണെങ്കിൽ ഓൺലൈൻ സ്റ്റോർ ആൻഡ് ലോക്കൽ സ്റ്റോർ. ഓക്കെ, ഇതുവഴിയാണ് ഞാൻ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് അല്ലെങ്കിൽ ഏത് വെൻഡർ ത്രൂ ആണ് സെല് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ കൊടുക്കുക. അഞ്ചാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കോമ്പറ്റീറ്റേഴ്സോ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്, ChatGPT ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ എന്തെങ്കിലും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പം തൽക്കാലം എനിക്കിതിനെക്കുറിച്ച് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോ എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ഇപ്പോൾ ആറാമതായിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സീസൺ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഏഴാമതായിട്ട് എന്തെങ്കിലും നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനൊരു പെസ്റ്റിസൈഡ് ഫ്രീ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആൻഡ് നാച്ചുറൽ വെജിറ്റബിൾസ്. ഓക്കെ, അപ്പം നിങ്ങളുടെ എന്താണോ നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റിന് എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സോ അങ്ങനത്തുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയും കൂടി എൻ്റർ ചെയ്യുക. സോ ChatGPT ചോദിച്ച ക്വസ്റ്റ്യൻസിന് വീണ്ടും നമ്മൾ ആൻസേഴ്സ് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഒന്നും കൂടി റിഫൈൻ ആക്കി തരാൻ വേണ്ടിയിട്ടാണ്. ChatGPT ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ഹിറ്റ് ചെയ്യാണ്. സോ നമുക്ക് കാണാം, ഇതേണ്ടേ കുറേ ഓഡിയൻസിനെ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ChatGPT നമുക്ക് ജനറേറ്റ് ചെയ്തു തരുന്നുണ്ട്. സോ അറ്റ് പ്രസൻറ്റ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ വെറും സിമ്പിളായിട്ട് തന്നെ ChatGPT നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് തന്നെ കാണാം എത്ര പെട്ടെന്നായിട്ടാണ് ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ChatGPT ജനറേറ്റ് ചെയ്തതെന്ന്. നമുക്ക് ഇതൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കുക. ഈ ഒരു ഓഡിയൻസ് ഏകദേശം നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് മാച്ച് ആവുന്നു നമ്മളൊന്നും കൂടി ക്രോസ് വെരിഫൈ ചെയ്യുക. ഇൻ കേസ് നമ്മുടെ അതുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഇവിടെ റീജനറേറ്റ് റെസ്പോൺസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ എന്താണ് അതുമായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള വീണ്ടും അതിൻ്റെ ഒരു ആൻസേഴ്സ് ChatGPT ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഈ ChatGPT വെച്ചിട്ട് എങ്ങനെയാണ് ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തുള്ള പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ നന്ദു സുരേന്ദ്രൻ സൈനിങ് ഓഫ്.